ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. രാമായണത്തിലെ അയോധ്യാകാന്ഡമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാമൻ വനവാസത്തിന് പോയി. മകനെ കുറിച്ചോർത്ത് പിതാവായ ദശരഥ മഹാരാജാവ് സ്വർഗം പൂകി. ഭരതൻ അമ്മയുടെ വീട്ടിൽ നിന്നും തിരിച്ചെത്തി. അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞു. അതിനുശേഷം ഭരതൻ കൈകേയിയോട് ദേഷ്യപ്പെടുന്ന ഒരു മനോഹരമായ ഭാഗമുണ്ട്. ആ ഭാഗം എല്ലാ ആളുകളും കേൾക്കണം. കാരണം അങ്ങേറ്റം മോക്ഷപ്രദമാണ് ആ ഭാഗം കേൾക്കുന്നത്. അതിനുശേഷം ഭരതൻ ദശരഥ മഹാരാജാവിൻ്റെ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. സരയൂ നദിയുടെ തീരത്താണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. അതിനുശേഷം ഭരതൻ വലിയ ഒരു ദാനം ചെയ്യുന്നുണ്ട്. രാമായണം പറയുന്നതനുസരിച്ചിട്ട് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ദാനം ചെയ്തത് ദശരഥ മഹാരാജാവിൻ്റെ പുത്രൻ ഭരതനാണ്. അത്രയും വലിയ ദാനമാണ് ചെയ്തത്. പിതാവിൻ്റെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. കാരണം ആയുസ് എത്താതെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. അതിനുശേഷം എല്ലാവരും ഭരതനോട് പറയുന്നുണ്ട്, രാജാവാകണം, രാജ്യം അനാഥമായി കിടക്കുന്നു. പക്ഷേ ഭരതൻ അനുസരിക്കുന്നില്ല. ഭരതൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വനത്തിലേക്ക് പോകുന്നു. ആ ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞത്. 700 റാണിമാരുൾപ്പെടെയാണ് പോകുന്നത്. വലിയ അക്ഷൗണി പടയുണ്ട്. കുലഗുരുവായ വസിഷ്ഠനുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് വസിഷ്ഠൻ ഒരിക്കലും രാമൻ തിരിച്ചു വരില്ല, അതുകൊണ്ട് ഭരതൻ ഇത് ചെയ്യണ്ട, അതായത് രാമനെ തിരിച്ചു കൊണ്ടുവരാനായി പരിശ്രമിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭരതൻ അത് അനുസരിക്കുന്നില്ല. അങ്ങനെ ശ്രീരാമനെയും അനുജനായ ലക്ഷ്മണനെയും സീതാദേവിയെയും അന്വേഷിക്കുന്നതിനായി ഭരതൻ പുറപ്പെടുന്നു. അങ്ങനെ യാത്രയുടെ മധ്യേ അവർ ഗുഹനെ കാണാനിടയാകുന്നു. ഗുഹൻ കരുതുകയാണ്, ശ്രീരാമചന്ദ്രനെ ആക്രമിക്കുന്നതിനായിട്ടാണ് ഇത്രയും വലിയ ഒരു പടയോടുകൂടി ഭരതൻ വരുന്നത് എന്ന്. പക്ഷെ പിന്നീട് ഗുഹന് മനസ്സിലാകുന്നു, അല്ല, ശ്രീരാമചന്ദ്രനെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഭരതൻ വരുന്നത് എന്ന് ഗുഹന് മനസ്സിലാകുന്നു. അങ്ങനെ ഗുഹൻ ശ്രീരാമചന്ദ്രന്റെ അനുജനായ ഭരതനെയും മറ്റ് അക്ഷൗണി പടകളെയും കൂടെ വന്ന കുലഗുരുവിനെയും അതുപോലെ 700 റാണിമാരെയും ഒക്കെ തന്നെ ഗംഗാനദി കടത്തുകയും അതിനുശേഷം ശ്രീരാമൻ എങ്ങോട്ടേക്കാണ് പോയത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഭരതനും മറ്റു കൂടെ വന്ന ആളുകളും എല്ലാവരും കൂടി എവിടെ എത്തിച്ചേരുന്നു? ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു. ഭരദ്വാജ മഹർഷിയോട് ഭരതൻ ചോദിക്കുന്നുണ്ട്, ശ്രീരാമചന്ദ്രൻ എങ്ങോട്ടേക്കാണ് പോയത് എന്ന് അങ്ങേക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു. മഹർഷി അറിയാം എന്ന് ഉത്തരം നൽകുന്നു. അന്നത്തെ ദിവസം അവരെല്ലാവരും ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ കഴിച്ചുകൂട്ടുന്നു. അതിനുശേഷം രാമനെ കാണിച്ചു തരാനായി ഭരതൻ ആവശ്യപ്പെടുന്നു. ശ്രീരാമനെ കണ്ടാൽ മാത്രം മതി, മറ്റൊരാവശ്യവും എനിക്കില്ല എന്ന് ഭരതൻ ഭരദ്വാജ മഹർഷിയോട് പറഞ്ഞപ്പോൾ ഭരദ്വാജ മഹർഷി ഭരതനോട് പറയുകയാണ്, ശ്രീരാമൻ എവിടെയെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞു തരാം. പക്ഷേ അദ്ദേഹം രാജ്യത്തേക്ക് തിരികെ വരികയില്ല. ചിത്രകൂട പർവ്വതത്തിൽ രാമനുണ്ട്, അവിടെ ചെന്നാൽ രാമനെ കാണാം. ഇങ്ങനെ ഭരദ്വാജ മഹർഷി ഭരതനോട് പറഞ്ഞു. അങ്ങനെ മുനിയോട് യാത്ര ചോദിച്ച് മുനിയെ നമസ്കരിച്ച് ഭരതനും മറ്റ് ആളുകളും, അതായത് 700 റാണിമാരുണ്ടായിരുന്നു, അതുപോലെ അക്ഷൗണി പടകളുണ്ട്, ആനയുണ്ട്, കുതിരയുണ്ട്, അങ്ങനെ ഒരു വലിയ പടയോടുകൂടിയാണ്, വസിഷ്ഠനുണ്ട്, അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ എല്ലാവരും കൂടി എവിടെ എത്തിച്ചേർന്നു? ചിത്രകൂട പർവ്വതത്തിൽ
എത്തിച്ചേർന്നു. യമുനാ നദി കടന്നാണ് ചിത്രകൂട പർവ്വതത്തിൽ അവർ എത്തിച്ചേർന്നത്. ചിത്രകൂട പർവ്വതത്തിന്റെ അടുത്തെത്തി. അപ്പോൾ വനം വളരെയധികം ഭയാനകമായി തോന്നി. ചിത്രകൂട പർവ്വതത്തിൽ വസിക്കുന്ന മുനിമാരെല്ലാവരും തന്നെ അപ്പോൾ സന്തുഷ്ടരായിരുന്നു. കാരണം അവരുടെ കൂടെ ആരുണ്ട്? രാമനുണ്ട്. സൈന്യത്തിന്റെ കോലാഹലം കേട്ട് ആ മുനിമാർ ഭയപ്പെട്ടു. രാമചന്ദ്ര, രക്ഷിക്കണമേ എന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ താപസി വേഷത്തിൽ അയോധ്യ നഗരത്തോടൊപ്പം ഭരതനും ശത്രുഘ്നനും അവിടേക്ക് കടന്നു ചെന്നു. അപ്പോഴാണ് ശ്രീരാമനും ലക്ഷ്മണനും ജാനകിയും പുതുതായി നിർമ്മിച്ച പർണശാലയിൽ താമസിക്കുന്നത് അവർ കണ്ടത്. പർണശാലയുടെ വാതുക്കൽ രാമൻ, അകത്ത് ജാനകി. പുറത്ത് രണ്ടുപേർക്കും കാവലായി ലക്ഷ്മണൻ. ഇതായിരുന്നു ഭരതൻ കണ്ട കാഴ്ച. ഉത്തരീയവും ഉടുവസ്ത്രവും മാത്രം ധരിച്ച് യാത്ര കൊണ്ട് മലിന ശരീരനായി കണ്ണുനീരണിഞ്ഞുകൊണ്ട് ഭരതനും ശത്രുഘ്നനും അവിടേക്ക് കടന്നു ചെന്നു. അവർ രണ്ടുപേരും ശ്രീരാമന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചു. രാമൻ ആനന്ദത്തോടു കൂടി അനുജന്മാരെ ചേർത്ത് ഇരുത്തി. യഥായോഗ്യം ആലിംഗനം ചെയ്ത് കുശലങ്ങൾ ചോദിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രന്റെ കാലു പിടിച്ചുകൊണ്ട് ഭരതൻ അപേക്ഷിക്കുകയാണ്. ജ്യേഷ്ഠ, ആര് പറഞ്ഞിട്ടാണ് രാജ്യം വിട്ട് വനത്തിലേക്ക് അങ്ങ് വന്നത്? അമ്മയുടെ വാക്കു കേട്ടിട്ടാണോ? ആരുടെ വാക്കു കേട്ടിട്ടാണെങ്കിലും ആരെങ്കിലും നാട് വിട്ടു പോയിട്ടുണ്ടോ? തെറ്റു ക്ഷമിച്ച് നാട്ടിലേക്ക് തിരികെ വരണം. സിംഹാസനത്തിലിരുന്ന് എല്ലാവരുടെയും മനപ്രയാസം അങ്ങ് അകറ്റണം. അയോധ്യയ്ക്ക് അലങ്കാരവും അർത്ഥവും ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠനില്ലെങ്കിൽ അയോധ്യയിൽ പകല് പോലും ഇരുട്ടായിരിക്കും. പ്രഭു, അയോധ്യയിലെ രാജാവാകൂ. ഞാൻ ദാസനായി ആജ്ഞ അനുസരിച്ച് അങ്ങയുടെ പാദസേവ ചെയ്യാം. ഇങ്ങനെ ഭരതൻ ശ്രീരാമചന്ദ്രന്റെ കാലു പിടിച്ച് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ശ്രീരാമൻ ഭരതനെ ഉപദേശിച്ചു. ഭരത, നീ പണ്ഡിതനാണ്. ആലോചിക്കാതെ ഇങ്ങനെ പറയുന്നത് ഉചിതമല്ല. വെറുതെ ചെറിയമ്മയുടെ മേൽ കുറ്റം ആരോപിക്കണ്ട. ഞാൻ അമ്മയുടെ വാക്ക് കേട്ടിട്ടല്ല വനത്തിലേക്ക് വന്നത്. ഞാൻ അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കുകയായിരുന്നു. അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് ഞാൻ വനത്തിലേക്ക് പോന്നത്. 14 വർഷം വനത്തിൽ ജീവിച്ച് അച്ഛൻ്റെ വാക്ക് പാലിച്ചിട്ട് ഞാൻ അയോധ്യയിലേക്ക് തിരികെ വരും. ആ കാര്യമൊക്കെ പിന്നെ പറയാം. പറയൂ ഭരത, അച്ഛന് സുഖമാണോ? ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ ഭരതനോട് ചോദിച്ചപ്പോൾ അതിന് മറുപടി ഭരതനല്ല പറഞ്ഞത്, വസിഷ്ഠനാണ് പറഞ്ഞത്. കുമാര, അദ്ദേഹം സ്വർഗസ്ഥനായി. ഇത് കേട്ടപ്പോൾ രാമനും ലക്ഷ്മണനും സീതയും മോഹാലസ്യപ്പെട്ട് നിലത്തു വീണു. അവർ ബോധത്തിൽ നിന്നും ഉണർന്നതും ഭൂമിയിൽ കിടന്നുരുണ്ട് വളരെ നേരം കരഞ്ഞു. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് വസിഷ്ഠൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ശാസ്ത്രമനുസരിച്ചിട്ട് 3 ദിവസം അശൗചമുണ്ട്. പിതാവിൻ്റെ ശ്രാദ്ധം ചെയ്യുവാനുള്ള അവകാശം ജ്യേഷ്ഠ സഹോദരനാണ്. 3 ദിവസം കഴിഞ്ഞ് ശ്രാദ്ധം അർപ്പിക്കണം. ഭരതൻ ഭണ്ഡാരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ധനമെടുത്ത് ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടം പോലെ ചിലവ് ചെയ്യാം. ദുഃഖം അടക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. സത്യം പാലിച്ചുകൊണ്ടാണ് അച്ഛൻ സ്വർഗത്തിലേക്ക് പോയത്. കരഞ്ഞു കരഞ്ഞ് ആ പുണ്യം നശിപ്പിക്കരുത്.
മൃതശരീരം തൈലത്തിൽ വെച്ച് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഭരതൻ വന്നിട്ടാണ് ദഹിപ്പിച്ചത്. ദാനങ്ങളും ഭരതൻ യഥാക്രമം നടത്തിയിട്ടുണ്ട്. ഓരോ ബ്രാഹ്മണനും ഓരോ കോടിയാണ് ദാനം ചെയ്തത്. ഭൂമിയിലെ ഒരു രാജാവും ഭരതൻ ചെയ്തതുപോലെ ഒരു ദാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് കുമാരന്മാരെ, ജാനകി ദുഃഖം അടക്കുക. ഇങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുലഗുരുവായ വസിഷ്ഠൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. രാമൻ അപ്പോൾ പറയുകയാണ്, ഹേ വസിഷ്ഠ, കുലപുരോഹിതനായ അവിടുന്ന് പിതൃശ്രാദ്ധം ചെയ്യുവാൻ അനുവാദം തന്നാലും. ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഫൽഗുനി നദീതീരത്തിലേക്ക് പോയി. എല്ലാവരും നദീജലത്തിൽ കുളിച്ചു. നാമവും ഗോത്രവും പറഞ്ഞ് തർപ്പണം ചെയ്തു. വീണ്ടും കുളിച്ചിട്ട് നദീതീരത്തിൽ ഇരുന്നു. ഒപ്പം ബന്ധുക്കളും സ്വജനങ്ങളും ഇരുന്നു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ എല്ലാവരോടുമായി ചോദിക്കുകയാണ്, ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, ആയുസ്സുള്ളപ്പോൾ അച്ഛൻ എന്തുകൊണ്ടാണ് മരിച്ചത്? അതിൻ്റെ കാരണം എന്താണ്? സൂര്യവംശത്തിലുള്ളവർ 10,000 വർഷം ജീവിക്കാറുണ്ടല്ലോ. കാലം പൂർണ്ണമാകാതെ മൃത്യു ഉണ്ടാകാൻ എന്താണ് കാരണം? ഇത് കേട്ടപ്പോൾ സുമന്ത്രർ പറയുകയാണ്, അവിടുത്തെ കുറിച്ചോർത്ത് പുത്രശോകം കൊണ്ടാണ് രാജാവ് സ്വർഗം പൂകിയത്. കുമാരൻ വനത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ രാമ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജീവൻ വെടിയുകയായിരുന്നു. അങ്ങനെ സുമന്ത്രർ പറഞ്ഞത് കേട്ടപ്പോൾ 3 പേരും വീണ്ടും വീണ്ടും അച്ഛനെ പറ്റി പറഞ്ഞുകൊണ്ട് കരയുകയും ചെയ്തു. ഹരേ കൃഷ്ണ, നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ കാണാനായിട്ട് സാധിക്കണം. അപ്പോഴേക്കും ശ്രാദ്ധത്തിനുള്ള ദ്രവ്യങ്ങളൊക്കെ അവിടേക്ക് കൊണ്ടുവന്നു. തപോവനത്തിലുണ്ടായിരുന്ന മുനിമാരെല്ലാവരും രാമനെ പിതൃശ്രാദ്ധത്തിന് സഹായിച്ചു. ഫാൽഗുനി തീരത്ത് അവർ ശ്രാദ്ധം നടത്തി. പിതൃപിണ്ഡം ആ ജലത്തിൽ അർപ്പിച്ചു. അവർ ദശരഥന്റെ മഹത്വത്തെ പറ്റി പറഞ്ഞു. ഹരേ കൃഷ്ണ, ഇവിടെ മോക്ഷം നൽകുന്നത് സാക്ഷാൽ വൈകുണ്ഠപതിയാണ്. ആ വൈകുണ്ഠപതി തന്നെയാണ് ദശരഥ മഹാരാജാവിന് പിണ്ഡം നൽകിയത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. വസിഷ്ഠൻ ശ്രീരാമനോട് പറയുകയാണ്, ഭരതൻ അപേക്ഷിച്ചത് അങ്ങ് അനുവദിക്കണം. ഭരതന് രാമനല്ലാതെ മറ്റു ഗതിയില്ല. അത് മനസ്സിലാക്കി ഭരതൻ പറഞ്ഞത് രാമൻ അനുസരിക്കണം എന്ന് വസിഷ്ഠൻ ശ്രീരാമനോട് പറഞ്ഞു. അപ്പോൾ ശ്രീരാമൻ വസിഷ്ഠനോടും ഭരതനോടുമായി പറയുകയാണ്, മഹർഷി, എനിക്ക് സന്തോഷവും സുഖവുമാണ്. ഈ വനത്തിൽ എനിക്ക് യാതൊരു ദുഃഖവുമില്ല. എൻ്റെ പ്രാണനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണ് എൻ്റെ ഭരതൻ. രാമനും ഭരതനും ഒന്ന് തന്നെയാണ്. എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല. ഭരതന് രാജ്യം ലഭിക്കുമ്പോൾ എനിക്ക് തന്നെയാണ് രാജ്യം ലഭിക്കുന്നത്. അനുജ ഭരത, വേഗം തന്നെ നീ അയോധ്യയിലേക്ക് പോകൂ. മുനിമാരുമായി ആലോചിച്ച് രാജ്യകാര്യങ്ങൾ ചെയ്യൂ. സിംഹാസനം ഇപ്പോൾ ശൂന്യമായിരിക്കുന്നു. അത് ശരിയല്ല. ആലോചിച്ചിട്ട് തന്നെ എനിക്ക് ഭയമാകുന്നു. ഏതെങ്കിലും ശത്രു ഏതു നിമിഷത്തിലും ആപത്തുണ്ടാക്കാം. എനിക്ക് അറിവുള്ളതെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. 14 വർഷം വേഗത്തിൽ കടന്നു പോകും. അപ്പോൾ നമ്മൾ 4 സഹോദരന്മാരും അയോധ്യയിൽ വീണ്ടും ഒത്തുകൂടും. ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ ഭരതനോടും വസിഷ്ഠ മുനിയോടും മറ്റ്
ആളുകളോടും ബന്ധുക്കളോടും എല്ലാവരോടും കൂടി പറയുകയാണ്. അപ്പോൾ ഭരതൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, രാജ്യം രക്ഷിക്കണമെന്നത് എൻ്റെ കർത്തവ്യമല്ല, ജ്യേഷ്ഠൻ്റെതാണ്. ജ്യേഷ്ഠന്റെ പാദുകങ്ങൾ തരൂ. പാദുകങ്ങളെ രാജസിംഹാസനത്തിൽ ഞാൻ പ്രതിഷ്ഠിക്കാം. പ്രജകളെ അപ്പോൾ ജ്യേഷ്ഠൻ തന്നെയാവും പരിപാലിക്കുക. എനിക്കതിന് ആവില്ല. ജ്യേഷ്ഠന്റെ പാദുകങ്ങൾ കൊട്ടാരത്തിലുണ്ടെങ്കിൽ 3 ലോകത്തിലും ആരെയും ഭരതന് ഭയമില്ല. ജ്യേഷ്ഠന്റെ പാദുകങ്ങളെങ്കിലും എനിക്ക് തന്നുകൂടെ എന്ന് ഭരതൻ വീണ്ടും വീണ്ടും ശ്രീരാമചന്ദ്രനോട് അപേക്ഷിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ദയാപൂർവം അത് അനുവദിച്ചു. ജീവനേക്കാൾ പ്രിയങ്കരനായ ഭരത, പാദുകങ്ങൾ കൊണ്ടുപോയിക്കൊള്ളൂ. നന്ദിഗ്രാമത്തിൽ വസിച്ചുകൊണ്ട് രാജ്യകാര്യം നോക്കുക. എല്ലായ്പ്പോഴും വളരെ ശ്രദ്ധിച്ച് രാജ്യകാര്യങ്ങൾ ചെയ്യുക. നിറഞ്ഞ മനസ്സോടുകൂടി രാമപാദുകങ്ങൾ ശിരസിൽ എഴുന്നള്ളിച്ചപ്പോൾ ഭരതൻ സർവാംഗം രോമാഞ്ചം കൊണ്ടു. പാദുകങ്ങൾ പട്ടാഭിഷേകം നടത്തിയതിനു ശേഷം ഭരതൻ ശ്രീരാമന്റെ ആജ്ഞ അനുസരിച്ചിട്ട് തിരികെ പോന്നു. യാത്ര പുറപ്പെടുമ്പോൾ കരച്ചിലുയർന്നു. കൗസല്യ രാമനെ മടിയിലിരുത്തിക്കൊണ്ട് വാവിട്ടു കരഞ്ഞു. വസ്ത്രങ്ങൾ കണ്ണുനീരിൽ നനഞ്ഞു. സുമിത്ര ലക്ഷ്മണനെയും മടിയിലിരുത്തി കരഞ്ഞു. സീതയോട് യാത്ര പറയുമ്പോൾ എല്ലാവർക്കും ദുഃഖം അണപൊട്ടി. അങ്ങനെ എല്ലാവരും പരസ്പരം യാത്ര പറഞ്ഞ് കണ്ണുനീരോടുകൂടി അവരെല്ലാവരും അയോധ്യയിലേക്ക് തിരികെ പോയി. ഭരതൻ പോയതിനു ശേഷം കുറച്ചു കാലം കൂടി ശ്രീരാമചന്ദ്രൻ ചിത്രകൂടത്തിൽ തങ്ങി. ഭരതൻ സൈന്യവുമൊത്ത് 3 ദിവസം യാത്ര ചെയ്ത് അയോധ്യയിൽ എത്തിച്ചേർന്നു. ഭഗവാൻ പറഞ്ഞയച്ചതുപോലെ വിശ്വകർമാവ് നന്ദിഗ്രാമത്തിൽ ഒരു കൊട്ടാരം പണിതു. ഭരതൻ രത്നസിംഹാസനത്തിൽ പട്ടുവിരിച്ച് അതിന്മേൽ ശ്രീരാമചന്ദ്രന്റെ പാദുകങ്ങൾ വെച്ചു. വെൺകൊറ്റക്കൊട പിടിച്ചു. അതിനു മുമ്പിൽ കൃഷ്ണമൃഗത്തിന്റെ തോലിൽ ഇരുന്നു കൊണ്ട് ഭരതനും മന്ത്രിമാരും രാജ്യകാര്യം നടത്തി. അങ്ങനെ നന്ദിഗ്രാമത്തിലിരുന്നു കൊണ്ടാണ് ഭരതൻ അയോധ്യ ഭരിച്ചത്. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ആ സിംഹാസനത്തിൽ, രത്നസിംഹാസനത്തിൽ ശ്രീരാമചന്ദ്രന്റെ പാദുകങ്ങൾ ഇരിക്കുന്നതും അതിൻ്റെ മുമ്പിൽ കൃഷ്ണമൃഗത്തിന്റെ തോല് വിരിച്ചിട്ട് അതിന്മേൽ ഭരതനും മന്ത്രിമാരും ഒക്കെ ഇരുന്നു കൊണ്ട് രാജ്യകാര്യങ്ങൾ ചെയ്യുന്നതുമായ ആ ഒരു ചിത്രം, ആ ഒരു രംഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിത്രം, അങ്ങനെ ഒരു രംഗം തീർച്ചയായിട്ടും വരേണ്ടതാണ്. നിങ്ങൾ അങ്ങനെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കണം. കാരണം ആ ഭാഗം അങ്ങേയറ്റം ശ്രേഷ്ഠകരമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതിനുശേഷം അങ്ങ് കാട്ടിൽ രാമനും സീതയും പർവ്വതത്തിന്റെ മുകളിലാണ്. ദശരഥൻ മരിച്ചിട്ട് 1 വർഷം തികയുന്നു. രാമൻ സീതയോടും ലക്ഷ്മണനോടും ചോദിച്ചു, അച്ഛൻ്റെ സംവത്സര ശ്രാദ്ധം എന്തു നൽകിയാണ് അനുഷ്ഠിക്കേണ്ടത്? അപ്പോൾ രാമന് തന്നെ ഒരു യുക്തി തോന്നുകയാണ്. മുന്തിരിങ്ങ കൊണ്ടുവന്ന് അർപ്പിക്കാം. അങ്ങനെ 2 സഹോദരന്മാരും മുന്തിരിങ്ങ കൊണ്ടുവരാനായിട്ട് പോയി. സീത ഫാൽഗുനി തീരത്ത് കുളിച്ച് ബലിയിടുകയായിരുന്നു. അപ്പോൾ സീതയുടെ മുമ്പിലേക്ക് ദശരഥൻ പ്രത്യക്ഷപ്പെട്ടു. ദശരഥൻ സീതയോട് പറഞ്ഞു, സീതേ, എനിക്ക് വിശപ്പ് സഹിക്കുവാൻ സാധിക്കുന്നില്ല, നിൽക്കാൻ പോലും കഴിയുന്നില്ല. അല്ലയോ പുത്രവധു, നീ ബലിപിണ്ഡമർപ്പിച്ച് എൻ്റെ വിശപ്പ്
മാറ്റുക. ഇങ്ങനെ സീതയോട് ദശരഥ മഹാരാജാവ് പറയുകയാണ്. അപ്പോൾ സീത പറഞ്ഞു, അച്ഛാ, രാമനില്ലാത്തപ്പോൾ ഞാൻ എങ്ങനെ ബലി അർപ്പിക്കും? അപ്പോൾ രാജാവ് പറയുകയാണ്, സീതേ, എനിക്ക് രാമനും നീയും തുല്യമാണ്. അതുകൊണ്ട് നീ മടി വിചാരിക്കരുത്. ഈ ലോകത്തെ സാക്ഷി നിർത്തി നീ എനിക്ക് പിണ്ഡം നൽകുക. രാമൻ വരുമ്പോൾ പറഞ്ഞാൽ മതി. അത് കേട്ടപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് സീതാദേവി അദ്ദേഹത്തിന് പിണ്ഡം നൽകി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തുളസിച്ചെടിയോട് സീത പറയുകയാണ്, തുളസി, നീ സാക്ഷിയായിരിക്കുക. രാമൻ വരുമ്പോൾ ശ്രാദ്ധം അർപ്പിച്ചു എന്ന് നീ പറയണം. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ആൽമരത്തിനോട് പറഞ്ഞു, ആൽമരമേ, നീയും സാക്ഷി പറയണം. അതിനുശേഷം ഫാൽഗുനി നദിയോട് പറഞ്ഞു, ഫാൽഗുനി നദി, നിങ്ങളും സാക്ഷി പറയണം. അങ്ങനെ ബ്രാഹ്മണരെയും ആലിനെയും തുളസിയെയും സാക്ഷി നിർത്തിക്കൊണ്ട് സീത ബലിയർപ്പിച്ചു. ദശരഥൻ സീത അർപ്പിച്ച ബലിപ്പിണ്ഡം സ്വീകരിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോയി. ഹരേ കൃഷ്ണ. ഇനി നടക്കുന്ന കാര്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഭാഗം ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പറയണം. നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ള കാര്യം പറയണം. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ചിത്രങ്ങളൊക്കെ കടന്നു വരുന്നുണ്ടോ എന്നുള്ള കാര്യവും നിങ്ങൾ പറയണം. കമൻ്റ് ഇടാൻ നിങ്ങൾ യാതൊരു മടിയും കാണിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാനിങ്ങനെ നിങ്ങളോട് പറയുന്നു, നിങ്ങളിത് കേൾക്കുന്നു. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഓരോ കമൻറ്റുകളിൽ കൂടിയാണ്. അതുകൊണ്ട് യാതൊരു മടിയും കൂടാതെ നിങ്ങൾ കമൻ്റ് ഇടണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യണം. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഈ കർക്കിടക മാസം എങ്ങനെ നമുക്ക് കഥകൾ പറഞ്ഞ് മുമ്പോട്ട് പോകാം, എന്നും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.